എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലീനിയത്തിലെ സെലക്ട് ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സും അതിന്റെ യൂസേഴ്സും ആണ്. ആദ്യമേ ഈസ് മൾട്ടിപ്പിൾ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റ് ഈസ് ഡ്രോപ്പ് ഡൗൺ അലോസ് മൾട്ടിപ്പിൾ സെലക്ഷൻസ് ഓഫ് വാല്യൂസ് റിട്ടേൺസ് ബൂളിയൻ വാല്യൂ ട്രൂ ഇഫ് ഡ്രോപ്പ് ഡൗൺ അലോസ് മൾട്ടിപ്പിൾ സെലക്ഷൻസ് എൽസ് റിട്ടേൺസ് ഫോൾസ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഡ്രോപ്പ് ഡൗൺ സിംഗിൾ സെലക്ട് ആണോ മൾട്ടി സെലക്ട് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. സിംഗിൾ സെലക്ട് ആണ് എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും. അതുപോലെ മൾട്ടി സെലക്ട് ആണെങ്കിൽ ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. ഇനി അടുത്ത മെത്തേഡ് ഗെറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് വിൽ റിട്ടേൺ ഓൾ ദ ഓപ്ഷൻസ് ഡിസ്പ്ലേഡ് ഇൻ ദ ഡ്രോപ്പ് ഡൗൺ ഫീൽഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗണിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് ഗെറ്റ് ഓൾ സെലക്ടഡ് ഓപ്ഷൻസ്. ഇറ്റ് വിൽ റിട്ടേൺ ഓൾ ദ സെലക്ടഡ് ഓപ്ഷൻസ് ഫ്രം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് ഗെറ്റ് ഫസ്റ്റ് സെലക്ടഡ് ഓപ്ഷൻ. ഇറ്റ് വിൽ റിട്ടേൺ ദ ഫസ്റ്റ് സെലക്ട് ഓപ്ഷൻ ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ. അതായത് നമ്മൾ സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗണിലെ ഫസ്റ്റ് വാല്യൂ ആയിരിക്കും ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ഐഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. com.test എന്നുള്ള പാക്കേജിനകത്ത് സെലീനിയം സെലക്ട് ക്ലാസ് മെത്തേഡ്സ് ആൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെബ് ഡ്രൈവറിന്റെ ഒബ്ജക്റ്റ് റെഫറൻസ്, വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡ്, അതുപോലെ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാനുള്ള കോഡും, അതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള 3 സെക്കൻഡ് വെയിറ്റും, അതുപോലെ മൾട്ടി സെലക്റ്റും സിംഗിൾ സെലക്ട് ആയ ഡ്രോപ്പ് ഡൗണുകളുടെ ലൊക്കേറ്ററും സെലക്ട് ക്ലാസ് ഒബ്ജക്റ്റ് റെഫറൻസിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്നുള്ള കമാൻഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഞാൻ ക്രോം ബ്രൗസറിൽ URL ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ സെലക്ട് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഓൾഡ് സ്റ്റൈൽ സെലക്ട് മെനു എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ആണ്. അതുപോലെ മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് സ്റ്റാൻഡേർഡ് മൾട്ടി സെലക്ട് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡ്രോപ്പ് ഡൗണിന്റെ കേസിൽ അറ്റ് എ ടൈം നമുക്ക് ഒരു വാല്യൂ മാത്രമാണ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റെഡ് അല്ലെങ്കിൽ ബ്ലൂ ഒരുമിച്ച് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗണിന്റെ കേസിൽ നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് മെയിൻ ഡിഫറൻസ് സിംഗിൾ സെലക്ടും മൾട്ടി സെലക്ടും തമ്മിൽ. അത് മാത്രമല്ല നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗണിന്റെ ടാഗ് സെലക്ട് ടാഗ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സെലക്ട് ടാഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഡ്രോപ്പ് ഡൗൺ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സെലക്ട് എന്ന ടാഗ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലൊക്കേറ്റർ ആണ് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടി സെലക്ടിന്റെ ഡ്രോപ്പ് ഡൗണിന്റെ ലൊക്കേറ്റർ ആണ് കാർസ് എന്നുള്ള ID വെച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ സിംഗിൾ സെലക്ട് ഡ്രോപ്പ് ഡൗണിന്റെ ലൊക്കേറ്റർ ആണ് ഇത്. ഇനി നമുക്ക് ഈ രണ്ട് ഡ്രോപ്പ് ഡൗണും സിംഗിൾ സെലക്ട് ആണോ മൾട്ടി സെലക്ട് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് isMultiple എന്ന മെത്തേഡ് യൂസ് ചെയ്യാം. ഞാൻ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യുവാണ്. അതിനുശേഷമായിരിക്കും ആ മെത്തേഡ് കോൾ ചെയ്യുന്നത്. കൺസോൾ മെസ്സേജ് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് isMultiSelect ഡ്രോപ്പ് ഡൗൺ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുവാണ്. അതിനുശേഷം ഒരു കോളം കൊടുക്കുന്നതിന് ശേഷം സെലക്ട് മൾട്ടി എന്നുള്ള ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്യുന്നു. ശേഷം ഡോട്ട് isMultiple എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. അപ്പോൾ isMultiple ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതൊരു ബൂളിയൻ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുപോലെ ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. വെദർ ദിസ് സെലക്ട് എലമെന്റ് സപ്പോർട്ട് സെലക്ടിങ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അറ്റ് ദ സെയിം ടൈം. ദിസ് ഈസ് ഡൺ ബൈ ചെക്കിംഗ് ദ വാല്യൂ ഓഫ് മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്. അതായത് സെലീനിയം ഒരു ഡ്രോപ്പ് ഡൗൺ മൾട്ടി സെലക്ട് ആണ് എന്ന് മനസ്സിലാക്കുന്നത് ആ പർട്ടിക്കുലർ ഡ്രോപ്പ് ഡൗണിൽ മൾട്ടിപ്പിൾ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രോപ്പ് ഡൗൺ സെലീനിയം മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്. പക്ഷേ ഈ ഡ്രോപ്പ് ഡൗൺ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആട്രിബ്യൂട്ട് ഇല്ല. അപ്പൊ അങ്ങനെയാണ് സെലീനിയം ഒരു ഡ്രോപ്പ് ഡൗൺ സിംഗിൾ സെലക്ട് ആണോ മൾട്ടി സെലക്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതേ ലൈൻ ഓഫ് കോഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം
സെലക്ട് സിംഗിൾ എന്നുള്ളത് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ ആദ്യമേ ഫസ്റ്റ് ട്രൂ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. കാരണം സെലക്ട് മൾട്ടി എന്നുള്ളത് മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ ആണ്. അതിനുശേഷം ഫോൾസ് എന്നുള്ള വാല്യൂ ആയിരിക്കും കൺസോളിൽ വരുന്നത്. കാരണം സെലക്ട് സിംഗിൾ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ സിംഗിൾ സെലക്ട് ആണ്. ഇത് കറക്റ്റായിട്ട് വർക്ക് ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ആദ്യത്തെ ട്രൂ എന്നുള്ളത് പ്രിന്റ് ചെയ്തു, രണ്ടാമത് ഫോൾസ് എന്നുള്ളത് പ്രിന്റ് ചെയ്തു. അപ്പം സെലക്ട് മൾട്ടി എന്നുള്ളത് മൾട്ടി സെലക്ട് ഡ്രോപ്പ് ഡൗൺ ആണ്. അതുപോലെ സെലക്ട് സിംഗിൾ എന്നുള്ളത് സിംഗിൾ സെലക്ട് ഡ്രോപ്പ് ഡൗൺ ആണ്. സെലീനിയത്തിലെ isMultiple മെത്തേഡ് യൂസ് ചെയ്ത് നമ്മളത് വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് getOptions എന്നുള്ള മെത്തേഡിന്റെ യൂസേജ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ സെലക്ട് മൾട്ടി എന്നുള്ള ഈ ഒബ്ജക്റ്റ് റെഫറൻസ് തന്നെ യൂസ് ചെയ്ത് ഡോട്ട് getOptions എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുവാണ്. ഈ മെത്തേഡ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇത് റിട്ടേൺ ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് വെബ് എലമെന്റ് ആണെന്ന്. അതുപോലെ റിട്ടേൺസ് ഓൾ ഓപ്ഷൻസ് ബിലോങ്ങിങ് ടു ദിസ് സെലക്ട് ടാഗ് എന്നുള്ള ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. സെലക്ട് മൾട്ടി ഓപ്ഷൻസ് ഈക്വൽ ടു, അതിനുശേഷം ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ ടൈപ്പ് ഓട്ടോമാറ്റിക്കലി ആഡ് ആയി വന്നോളൂ. ലിസ്റ്റ് ഓഫ് വെബ് എലമെന്റ് വന്നു. ഇനി ഈ പർട്ടിക്കുലർ ലിസ്റ്റിന്റെ സൈസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി സെലക്ട് മൾട്ടി ഓപ്ഷൻസ് ഡോട്ട് സൈസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിനുശേഷം അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. ലെങ്ത് എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ലെങ്തിൽ വരുന്ന വാല്യൂ നമുക്ക് കൺസോൾ പ്രിന്റ് ചെയ്യാം. ലെങ്ത് ഈസ് ഇനി നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഐറ്ററേറ്റ് ചെയ്യണം. ഫോർ ഇൻറ്റ് I equal to 0, I less than or equal to length -1. അറേ ആയതുകൊണ്ടാണ് -1 യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ ത്രോ ചെയ്യും. I++ SYSO select multi options dot get എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിനുശേഷം ഇൻഡെക്സ് പാസ് ചെയ്യുക. നമ്മുടെ കേസ് ഇൻഡെക്സ് I ആണ്. ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള സെലീനിയത്തിലെ മെത്തേഡ് കോൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡ്രോപ്പ് ഡൗണിലെ വോൾവോ, സാബ്, ഓപ്പൽ, ഔഡി എന്നുള്ള ഈ 4 വാല്യൂസ് ആയിരിക്കണം കൺസോൾ പ്രിന്റ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. എല്ലാം കറക്റ്റ് ആണെന്നൊന്ന് വെരിഫൈ ചെയ്യാം. സെലക്ട് മൾട്ടി ഓപ്ഷൻസ് ഇവിടെ കൊടുത്തു. അത് തന്നെ നമ്മൾ യൂസ് ചെയ്ത സൈസ് ഫൈൻഡ് ചെയ്തു. അത് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ക്ലാസ് റൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ഓക്കെ, ആ ഡ്രോപ്പ് ഡൗണിലെ 4 വാല്യൂസും കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് getAllSelectedOptions എന്നുള്ള മെത്തേഡാണ്. അതിനുവേണ്ടി നമ്മൾ സെലീനിയത്തിലെ സെലക്ട് ക്ലാസ് യൂസ് ചെയ്ത് സെലക്ട് മെത്തേഡ്സ് കോൾ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സെലക്ട് മൾട്ടി എന്നുള്ള ഈ ഒബ്ജക്റ്റ് റെഫറൻസ് യൂസ് ചെയ്യുകയാണ്.
അത് യൂസ് ചെയ്ത് ഡോട്ട് ഫസ്റ്റ് മെത്തേഡായ സെലക്ട് ബൈ ഇൻഡെക്സ് കൊടുക്കുന്നു. അവിടെ ഇൻഡെക്സ് ആയിട്ട് 0 പാസ് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു സ്റ്റാറ്റിക് ആയിട്ട് 3 സെക്കൻഡ് വെയിറ്റ് കൊടുക്കുവാണ്. സെലക്ഷൻ എക്സിക്യൂഷൻ്റെ സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻഡെക്സ് 0 എന്ന് പറയുമ്പോൾ ഈ ഡ്രോപ്പ് ഡൗണിലെ വോൾവോ എന്നുള്ള വാല്യൂ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സെലക്ട് മൾട്ടി ഡോട്ട് അടുത്ത മെത്തേഡ് നമുക്ക് കോൾ ചെയ്യാം സെലക്ട് ബൈ വാല്യൂ. അതായത് വാല്യൂ എന്ന ആട്രിബ്യൂട്ടിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യേണ്ടത്. അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഓപ്പൺ എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്യാനാണ് പോകുന്നത്. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം വാല്യൂ എന്നൊരു ആട്രിബ്യൂട്ട് HTML ഡോമിനകത്തുള്ളത്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ഓപ്പൺ എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പണിന്റെ ഓ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ എക്സാക്ട്ലി അത് തന്നെ യൂസ് ചെയ്യണം. അതിനുശേഷം വീണ്ടും ഞാൻ ത്രെഡ് ഓഫ് സ്ലിപ്പ് ആഡ് ചെയ്യുവാണ്. അതിനുശേഷം സെലക്ട് ക്ലാസ്സിലെ മൂന്നാമത്തെ സെലക്ട് മെത്തേഡായ സെലക്ട് മൾട്ടി ഡോട്ട് സെലക്ട് ബൈ വിസിബിൾ ടെസ്റ്റ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഫ്രണ്ട് എൻഡിൽ കാണുന്ന ഡ്രോപ്പ് ഡൗണിലെ വാല്യൂസ് ആണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കേസിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന ഔഡി എന്നുള്ള ഈ വാല്യൂ ആണ്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുവാണ്. അപ്പം നമ്മൾ 3 വാല്യൂസ് ആ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ സെലക്ട് മൾട്ടി ഡോട്ട് ഗെറ്റ് സെലക്ടഡ് ഓപ്ഷൻസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുവാണ്. ഇതും റിട്ടേൺ ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് വെബ് എലമെന്റ് ആണെന്നുള്ളത് ഡോക്യുമെന്റേഷൻ നമുക്ക് മനസ്സിലാക്കാം. ഓൾ സെലക്ടഡ് ഓപ്ഷൻസ് ബിലോങ്ങിങ് ടു ദി സെലക്ടഡ്, ആ ഒരു കാര്യമായിരിക്കും ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത്. ഇതൊരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. സെലക്ടഡ് മൾട്ടി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഒരു ലോക്കൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതും ലിസ്റ്റ് ഓഫ് വെബ് എലമെന്റ് ആണ് റിട്ടേൺ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ലിസ്റ്റിന്റെ സൈസ് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഇൻറ്റ് ലെങ്ത് ന്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓൾറെഡി ലെങ്ത് എന്ന് പറഞ്ഞൊരു വേരിയബിൾ മോളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വേറെ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് റെഫറൻസ് ഡോട്ട് സൈസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിനുശേഷം ലെങ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഈ കോഡ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ലെങ്ത് ഈസ് ഇവിടെ ലെങ്ത് ന്യൂ എന്നാക്കുന്നു. ഇനി നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഫോർ I equal to 0 int I equal to 0 I less than or equal to length new -1. array ആയതുകൊണ്ടാണ് -1 കൊടുത്തത്. I plus plus ഓക്കെ. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാം. SO സെലക്ടഡ് മൾട്ടി ഓപ്ഷൻസ് ഡോട്ട് ഗെറ്റ് മെത്തേഡ് കോൾ ചെയ്യുക, ഇൻഡെക്സ് പാസ് ചെയ്യുക, ഡോട്ട് ഗെറ്റ് എക്സ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക. ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ കൺസോൾ മെസ്സേജ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഇവിടെ നമുക്കൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യാം. അവൈലബിൾ ഓപ്ഷൻസ് ഇൻ ഡ്രോപ്പ് ഡൗൺ.
അതുപോലെ ഇവിടെ നമുക്ക് സെലക്ടഡ് ഓപ്ഷൻസ് ഇൻ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കൺസോൾ മെസ്സേജ് നമുക്ക് നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ട് കേസിലും ആഡ് ചെയ്ത്. ഇനി നമുക്ക് റൺ ചെയ്യാം. അതിന് മുമ്പ് ഒന്നുകൂടെ വെരിഫൈ ചെയ്യല്ല ഓക്കെ അല്ലേ എന്നുള്ളത്. സെലക്ടഡ് മൾട്ടി ഓപ്ഷൻസ് എന്നുള്ള ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ സൈസ് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഓക്കെ ആണ്. നമുക്കൊന്ന് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. അപ്പം ഈ ലൂപ്പിലേക്ക് വരുമ്പോൾ കൺസോൾ പ്രിന്റ് ചെയ്യേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത വോൾവോ, ഓപ്പൽ, ഔഡി എന്നുള്ള 3 വാല്യൂസ് ആയിരിക്കണം. ഈ ഫോർ ലൂപ്പിന്റെ കേസിൽ ആ ഡ്രോപ്പ് ഡൗണിലെ 4 വാല്യൂസ് പ്രിന്റ് ചെയ്യും. ഈ ഫോർ ലൂപ്പിന്റെ കേസിൽ നമ്മൾ സെലക്ട് ചെയ്ത 3 വാല്യൂസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. വോൾവോ എന്നുള്ള വാല്യൂ സെലക്ട് ആയി. 3 സെക്കൻഡിന് ശേഷം ഓപ്പൺ എന്നുള്ള വാല്യൂ സെലക്ട് ആയി. വീണ്ടും 3 സെക്കൻഡിന് ശേഷം ഔഡി എന്നുള്ള വാല്യൂ സെലക്ട് ആയി. അപ്പോൾ ആദ്യമേ ഡ്രോപ്പ് ഡൗണിലെ 4 വാല്യൂ ലിസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കൺസോൾ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അവൈലബിൾ ഓപ്ഷൻസ് ഇൻ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞ്. അതുപോലെ സെലക്ടഡ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് മെത്തേഡായ ഗെറ്റ് ഫസ്റ്റ് സെലക്ടഡ് ഓപ്ഷൻ എന്നുള്ള മെത്തേഡിന്റെ യൂസേജ് ആണ് നോക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ സെയിം ഒബ്ജക്റ്റ് റെഫറൻസ് സെലക്ട് മൾട്ടി ഡോട്ട് ഗെറ്റ് ഫസ്റ്റ് സെലക്ടഡ് ഓപ്ഷൻ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നു. ഇതേ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം റിട്ടേൺ ചെയ്യുന്ന ഒരു വെബ് എലമെന്റ് ആണ് എന്നുള്ളത്. ദ ഫസ്റ്റ് സെലക്ടഡ് ഓപ്ഷൻ ഇൻ ദ സെലക്ട് ടാഗ് അതാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺസോളിൽ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാം. SYSO ഫസ്റ്റ് സെലക്ടഡ് ഓപ്ഷൻ ഈസ് ഈ മെത്തേഡ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഡോട്ട് ഗെറ്റ് എന്നുള്ള മെത്തേഡും കൂടെ കോൾ ചെയ്യണം. ഓക്കെ, നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ ഫസ്റ്റ് സെലക്ട് ചെയ്ത വാല്യൂ വോൾവോയാണ്. അപ്പം വോൾവോയാണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഈ ക്ലാസ് ഫയൽ ഞാൻ റൺ ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. വോൾവോ സെലക്ട് ആയി, ഓപ്പൽ സെലക്ട് ആയി, ഓഡിയോ സെലക്ട് ആയി. കൺസോളിൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് സെലക്ടഡ് ഓപ്ഷൻ ഈസ് വോൾവോ എന്നുള്ളത് കറക്റ്റായിട്ട് പ്രിന്റ് ആയി വന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത 4 മെത്തേഡ്സും കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. അപ്പം സെലീനിയത്തിലെ സെലക്ട് ക്ലാസ്സിലെ isMultiple, getOptions, getAllSelectedOptions, getFirstSelectedOption എന്നീ 4 മെത്തേഡ്സിന്റെ പ്രാക്ടിക്കൽ യൂസേജ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.